ബീഫ് ഇട്ടിപ്പോൾ ഒന്നും നോക്കിയില്ല. പാപ്പാക്ക് ഇഷ്ടപ്പെട്ട ബീഫ് വറുത്തരച്ചറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടാക്കാനായിട്ട് 10-15 ചെറിയുള്ളി, 3 തക്കാളി, 5 പച്ചമുളക്, കുറച്ച് ജിഞ്ചർ പേസ്റ്റ് ചെയ്തൊക്കെ ഈ ഒരു ബീഫിലിട്ട് നല്ലോണം മിക്സാക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം നമുക്കിതിൽ നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യും. പിന്നെ കുറച്ച് കറിവേപ്പില അതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് നല്ല മുളകിൽ ഇതൊക്കെ പിടിച്ച് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് അത് മാറ്റാം. എന്നിട്ട് അത് അടുപ്പത്ത് വെക്കുക. അതിന് ശേഷം ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാനിലേക്ക് കുറച്ച് പട്ട, കുരുമുളക്, ഗ്രാമ്പൂ, ജീരകം, ഏലക്ക എന്നെല്ലാം ഇട്ടിട്ട് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് നല്ലോണം ഇളക്കുക. അത് കുറച്ച് ഇതായി നിൽക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ചും കൂടി നല്ലോണം ഇതായി കൊടുക്കുക. കുറച്ച് നല്ലോണം ഇതാക്കണം, മഞ്ഞൾപ്പൊടി പിടിക്കുന്നത്. അതിന് ശേഷം കുറച്ച് വരണ്ടതിന് ശേഷം 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം നമ്മളിങ്ങനെ വാട്ടുക. 2-3 വറ്റൽമുളകും കൂടി അതിലിട്ട് അത് നല്ലോണം ഗോൾഡൻ കളർ ആക്കിയതിന് ശേഷം നമ്മളത് മിക്സിയിലേക്ക് ഇടണം. അങ്ങനെ മിക്സിയിൽ നമ്മളിങ്ങനെ ഫുൾ ഇടണം മിക്സിയിലേക്ക്. അതിന് ശേഷം നമുക്ക് മിക്സിയിൽ നിന്ന് നല്ലോണം ഇത് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസ് പോലത്തെ പരിവാണ്. ഓക്കെ, അപ്പോൾ ജ്യൂസ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നമുക്ക് ആ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയാലോ? കുക്കർ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ? നമ്മളിങ്ങനെ കുക്കർ തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, മണമൊക്കെ അടിച്ച് കയറുന്നുണ്ടോ? ഓഫ്, എന്താ ഒരു ബീഫല്ലേ! അപ്പം നമ്മളിത് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി ഇതായിട്ട് നല്ലോണം ഇളക്കണം. ഇതിൻ്റെ പുക വരുന്നതുകൊണ്ട് ക്യാമറ അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ലോണം നമ്മൾ ഇളക്കി നല്ല ഇതാക്കണം. അത് നമ്മൾ ഇളക്കി കുറച്ച് സമയം കഴിഞ്ഞാൽ പാടില്ല നമ്മളതിലേക്ക് നമ്മുടെ വെന്തിനോ ഒന്ന് നോക്കണം. അതിനുശേഷം നമ്മുടെ അരപ്പ് ഈ സംഭവത്തിലേക്ക് ഒഴിക്കാം. നമ്മൾ മിക്സി നല്ലോണം വടിച്ചെടുക്കണം. പിന്നെ കുറച്ച് വെള്ളവും കൂടി അരപ്പിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലൊക്കെ ആക്കിയതിന് ശേഷം അത് അരപ്പിലേക്ക് ഇതാക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ ഇളക്കുന്ന പോലെ ഇളക്കരുത്, നല്ലോണം മിക്സ് ചെയ്യണം. ഞാൻ ഇളക്കുന്ന കുറച്ച് ഇതായിപ്പോയി. അപ്പോൾ നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുക. നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിക്കണം. വെളിച്ചെണ്ണ അധികം ആവരുത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കം. പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടിയും ചേർക്കണം. നമ്മൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കറി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നല്ലോണം ഇതാക്കിയിട്ട് നമ്മൾ കറി സെർവ് ചെയ്യണം. പിന്നൊരു കാര്യം, ഇത് ചെറിയ കുട്ടികൾ ഒരിക്കലും ചെയ്ത് ഗ്യാസിനെ കൊണ്ട് ചെറിയ കുട്ടികൾ ഒരിക്കലും കളിക്കരുത്. പിന്നെ നമ്മളിത് സെർവ് ചെയ്യണം. നല്ലോണം സെർവ് ചെയ്യാൻ മുന്നിൽ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അങ്ങനെ സെർവ് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടിന് കൂട്ടിയിട്ടങ്ങ് കഴിക്കണം. അപ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ഇറ്റ് ഈസ്. അങ്ങനെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക. ടാറ്റാ, ബൈ ബൈ, സി യു ഗൈസ്. പൊട്ടി തെറിയിട്ടും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് സി യു പറയാമെങ്കിൽ ടാറ്റാ, ബൈ ബൈ, സി യു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.